എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ലീവ് എന്ന വാക്കിന് പുറപ്പെടുക എന്നുള്ള മീനിങ് ആണ്. പക്ഷേ ഇതുകൂടാതെ അതിന് പല മീനിങ്സ് ഉണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്: ബസ് 5 മിനിറ്റിനുള്ളിൽ പുറപ്പെടും. 5 മിനിറ്റിനുള്ളിൽ എന്ന് പറയാൻ ഇൻ 5 മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇനി ബസ് പുറപ്പെടുമെന്നല്ലേ, ബസ് സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ വേർബും സിംഗുലർ ആയിരിക്കണം. അപ്പം ലീവ് എന്നുള്ളത് ലീവ്സ് ആവും. അപ്പം ദ ബസ് ലീവ്സ് ഇൻ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബസ് 5 മിനിറ്റിനുള്ളിൽ പുറപ്പെടും എന്നാണ്. ദ ബസ് ലീവ്സ് ഇൻ 5 മിനിറ്റ്സ്. ഇനി അടുത്തത്: ഞാൻ നാളെ വൈകിട്ട് 5 മണിക്ക് പുറപ്പെടുന്നതായിരിക്കും എന്ന് പറയണം. അപ്പം എന്തെങ്കിലും ആയിരിക്കും, അതായത് ഭാവിയിലെ കാര്യം പറയാൻ ഇപ്പം വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ വിൽ ബി ലീവിങ് അറ്റ് 5 PM ടുമോറോ. ഐ വിൽ ബി ലീവിങ് അറ്റ് 5 PM ടുമോറോ. കൃത്യസമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രിപ്പോസിഷൻ അറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ അറ്റ് 5 PM എന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് എന്നാണ് മീനിങ്. വിൽ ബി ലീവിങ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുന്നതായിരിക്കും എന്നുള്ള മീനിങ് ആണ്. സോ ഐ വിൽ ബി ലീവിങ് അറ്റ് 5 PM ടുമോറോ. ഞാൻ നാളെ വൈകിട്ട് 5 മണിക്ക് പുറപ്പെടുന്നതായിരിക്കും. ഇനി നമുക്കിങ്ങനെ പറയണം: നീ നിന്റെ താക്കോലുകൾ മേശപ്പുറത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എടുക്കാതെ അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയണം. സോ വെച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടപ്പം ഹാവ് പ്ലസ് V3 ഫോം. ലീവിൻ്റെ V3 ഫോം ലെഫ്റ്റ് ആണ്. അപ്പോൾ യു ഹാവ് ലെഫ്റ്റ് യുവർ കീസ് on the table. You have left your keys on the table. On the table എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് എന്നുള്ള മീനിങ് ആണ്. സോ യു ഹാവ് ലെഫ്റ്റ് യുവർ കീസ് ഓൺ ദ ടേബിൾ. നീ നിൻ്റെ താക്കോലുകൾ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ എടുക്കാതെ പോവുക എന്നുള്ള മീനിങ് ആണ്. അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആകാം. ഇനി അടുത്തത്: ഞാൻ നിനക്ക് 1000 രൂപ തന്നാൽ പിന്നെ എനിക്ക് ബില്ലടയ്ക്കാനുള്ള പണം തികയില്ല അല്ലെങ്കിൽ ശേഷിക്കില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ നിനക്ക് 1000 രൂപ തന്നാൽ എന്ന് പറയാൻ ഇഫ് ഐ ഗീവ് യു 1000 rupees. ബില്ലടയ്ക്കാനുള്ള ആവശ്യത്തിന് പണം ശേഷിക്കില്ല എന്ന് പറയണം. ദാറ്റ് വോണ്ട് ലീവ് മീ ഇനഫ് മണി ടു പേ ദ ബിൽ. ഇനഫ് മണി ടു പേ ദ ബിൽ എന്ന് പറഞ്ഞാൽ ബില്ലടയ്ക്കാനുള്ള ആവശ്യത്തിന് പണം എന്നാണ്. ദാറ്റ് വോണ്ട് ലീവ് മീ എന്ന് പറഞ്ഞാൽ ബാക്കി എൻ്റെ കയ്യിൽ കാണത്തില്ല അല്ലെങ്കിൽ അത് ശേഷിക്കില്ല എന്നുള്ള മീനിങ് ആണ്. ഇഫ് ഐ ഗീവ് യു 1000 rupees, ദാറ്റ് വോണ്ട് ലീവ് മീ ഇനഫ് മണി ടു പേ ദ ബിൽ. പിന്നെ നമ്മൾ പറയത്തില്ലേ, നീ എന്നെ ഒന്ന് വെറുതെ വിടൂ, അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടൂ, അങ്ങനെ പറയത്തില്ലേ? അവിടെയും നമുക്ക് ലീവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇങ്ങനെ പറയണം: നീ നിൻ്റെ സഹോദരിയെ ഒറ്റയ്ക്ക് വിടൂ. ലീവ് യുവർ സിസ്റ്റർ എലോൺ. അതായത് അവളെ ബുദ്ധിമുട്ടിക്കാതെ അവളെ ഒറ്റയ്ക്ക് വിടൂ എന്നുള്ള മീനിങ് ആണ്. ലീവ് യുവർ സിസ്റ്റർ എലോൺ. എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നുള്ള മീനിങ് ആണ്. പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോയി കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തുമ്പോഴായിരിക്കും അയ്യോ ഞാൻ തേപ്പൂട്ടി ഓഫാക്കിയോ എന്ന് ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ പറയത്തില്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ തേപ്പൂട്ടി ഓണാക്കി ഇട്ടിട്ടാണ് പോന്നേക്കുന്നത്. അതെങ്ങനെ പറയും? ഐ തിങ്ക് ഐ ഹാവ് ലെഫ്റ്റ് ദ അയൺ ബോക്സ് ഓൺ. ഐ തിങ്ക് ഐ ഹാവ് ലെഫ്റ്റ് ദ അയൺ ബോക്സ് ഓൺ. അതായത് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്നാണ്. ഐ ഹാവ് ലെഫ്റ്റ് ദ അയൺ ബോക്സ് ഓൺ എന്ന് പറഞ്ഞാൽ ഞാൻ തേപ്പുപെട്ടി ഓണാക്കി ഇട്ടിട്ടാണ് പോന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്തത്: ബാക്കിയുള്ളവർക്ക് ആവശ്യത്തിന് ആഹാരം ബാക്കി വയ്ക്കുമെന്ന് നീ ഉറപ്പ് വരുത്തണം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഉറപ്പ് വരുത്തുക എന്ന് പറയാൻ മേക്ക് ഷുവർ. Make sure you leave enough food for the rest of us. Make sure you leave enough food for the rest of us. You leave enough food എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ആഹാരം ബാക്കി വെക്കുമെന്ന്, അതായത് മൊത്തം കഴിക്കില്ലെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ. ഫോർ ദ റെസ്റ്റ് ഓഫ് us എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വേണ്ടി. ഇനി അടുത്തത്: ആരോഗ്യ കാരണങ്ങളാൽ അവൻ ജൂണിൽ ജോലി ഉപേക്ഷിച്ചു എന്ന് പറയണം. അപ്പോൾ അവിടെ ഉപേക്ഷിക്കുക എന്ന് പറയാൻ നമുക്ക് ലീവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. സോ ഹി ലെഫ്റ്റ് ദ വർക്ക് ഇൻ ജൂൺ ഫോർ ഹെൽത്ത് റീസൺസ്. ഹി ലെഫ്റ്റ് ദ വർക്ക് ഇൻ ജൂൺ ഫോർ ഹെൽത്ത് റീസൺസ്. ഫോർ ഹെൽത്ത് റീസൺസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ കാരണങ്ങളാൽ എന്നാണ്. ഹി ലെഫ്റ്റ് ദ വർക്ക് ഇൻ ജൂൺ എന്ന് പറഞ്ഞാൽ അവൻ ജൂണിൽ ജോലി ഉപേക്ഷിച്ചു എന്നാണ്. ഇതേപോലെ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ഐ വിൽ നെവർ ലീവ് യു. ഐ വിൽ നെവർ ലീവ് യു. ലീവ് യു എന്നുദ്ദേശിച്ചത് നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നാണ്. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. സോ ഐ വിൽ നെവർ ലീവ് യു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നാണ് മീനിങ്.
ഇനി അടുത്തത്, അവൾ അവളുടെ പണം മുഴുവൻ മക്കൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ ലെഫ്റ്റ് ഓൾ ഹെർ മണി ടു ഹെർ ചിൽഡ്രൻ. ഷീ ലെഫ്റ്റ് ഓൾ ഹെർ മണി ടു ഹെർ ചിൽഡ്രൻ. ഇവിടെ ലീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണശേഷം കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ഷീ ലെഫ്റ്റ് ഓൾ ഹെർ മണി ടു ഹെർ ചിൽഡ്രൻ. ഇനി എന്തെങ്കിലും കാര്യം മാറ്റി വെക്കുക എന്ന് പറയത്തില്ലേ, അവിടെ നമുക്ക് ലീവ് യൂസ് ചെയ്യാം. സോ നമുക്കിങ്ങനെ പറയണം, ഞാൻ വൃത്തിയാക്കൽ നാളത്തേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ അതെങ്ങനെ പറയും? ഐ വിൽ ലീവ് ദ ക്ലീനിങ് ഫോർ ടുമോറോ. ഐ വിൽ ലീവ് ദ ക്ലീനിങ് ഫോർ ടുമോറോ. ഫോർ ടുമോറോ എന്ന് പറഞ്ഞാൽ നാളത്തേക്ക്, ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കൽ. സോ ഐ വിൽ ലീവ് ദ ക്ലീനിങ് ഫോർ ടുമോറോ എന്ന് പറഞ്ഞാൽ ഞാൻ വൃത്തിയാക്കൽ നാളത്തേക്ക് മാറ്റി വെക്കും എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ തീരുമാനം അവൾക്ക് വിട്ടു എന്ന് പറയത്തില്ലേ, അതെങ്ങനെയാണ് പറയുന്നത്? ഐ ലെഫ്റ്റ് ദ ഡിസിഷൻ ടു ഹെർ. ഐ ലെഫ്റ്റ് ദ ഡിസിഷൻ ടു ഹെർ എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനം അവൾക്ക് വിട്ടു എന്നാണ്. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഐ ലെഫ്റ്റ് ദ ഡിസിഷൻ അപ് ടു ഹെർ. ഐ ലെഫ്റ്റ് ദ ഡിസിഷൻ അപ് ടു ഹെർ എന്ന് പറഞ്ഞാലും ഞാൻ തീരുമാനം അവൾക്ക് വിട്ടു എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മൾ ചോദിക്കത്തില്ലേ, നിനക്ക് വർഷത്തിൽ എത്ര അവധി കിട്ടും, അല്ലെങ്കിൽ നിനക്ക് എത്ര വാർഷിക അവധി കിട്ടും എന്ന് ചോദിക്കത്തില്ലേ, അതെങ്ങനെ ചോദിക്കും? എത്ര എന്ന് ചോദിക്കാൻ ഹൗ മച്ച്. വാർഷിക അവധി എന്ന് പറയാൻ ആനുവൽ ലീവ്. ഹൗ മച്ച് ആനുവൽ ലീവ് ഡു യു ഗെറ്റ്. ഹൗ മച്ച് ആനുവൽ ലീവ് ഡു യു ഗെറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് എത്ര വാർഷിക അവധി കിട്ടും എന്നാണ് മീനിങ്. പിന്നെ ലീവിൻ്റെ വേറൊരു മീനിങ് എന്ന് പറയുന്നത് അനുവാദം എന്നുള്ള മീനിങ് ഉണ്ട്. അവൻ എൻ്റെ അനുവാദമില്ലാതെ അത് ചെയ്തു എന്നെങ്ങനെ പറയും? ഹി ഡിഡ് ഇറ്റ് വിത്തൗട്ട് മൈ ലീവ്. ഹി ഡിഡ് ഇറ്റ് വിത്തൗട്ട് മൈ ലീവ്. ഹി ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അവനത് ചെയ്തു എന്നാണ്. വിത്തൗട്ട് മൈ ലീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുവാദമില്ലാതെ. സോ ഹി ഡിഡ് ഇറ്റ് വിത്തൗട്ട് മൈ ലീവ് എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അനുവാദമില്ലാതെ അത് ചെയ്തു എന്നാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.